അള്ള ഇഷ്ടപ്പെട്ട ഓൻ കഴിച്ചലാവും, ഓൻ രക്ഷപ്പെടും, ഓൻ്റെ കാര്യം അള്ള ഏറ്റെടുക്കും. അതാണ് കുനൂത്തിൽ നമ്മൾ ദ്വാരക്കണത്. നീ കുറേ ആൾ ഏറ്റെടുത്തിനല്ലോ അല്ലോ, പ്ലീസ് എത്ര കാലം എനിക്കൊന്ന് നന്നാവണമല്ലോ. അതിന് നമ്മളെപ്പോഴെങ്കിലും ഈ ദ്വാൻ്റെ അർത്ഥം അങ്ങനെ ചിന്തിക്കാറുണ്ടോ? അള്ളാഹിപ്പോ ഒരാളെ ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ അയാളുടെ പ്രീവിയസ് കാര്യങ്ങൾ, ഏത് കമ്പനിയിലാണ് ജോലി ചെയ്തത്, ബികോമ കഴിഞ്ഞല്ലേ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നാട്ടിലുണ്ടോ, ടാലി സെപ്പറേറ്റ് പഠിച്ചിട്ടുണ്ടോ, അതൊന്നും അല്ല നോക്കും. അള്ളാഹിപ്പോ ഒരാളെ ഏറ്റെടുക്കണമെന്നുണ്ടോ? തൗബ സ്വീകരിക്കുന്നു, ഏറ്റെടുക്കണം. നർത്തകിയായിട്ട് നടന്ന ഡാൻസ് കളിച്ച് നടന്ന പെണ്ണിനെ സൂഫിയത്താക്കി സനിയു സിഗ്ദി തങ്ങളുടെ വയൽ കേട്ട് നന്നായി ആ പെണ്ണ് കറാമത്ത് കാണിക്കുന്ന വലിയത്തയില്ലേ, അല്ല ഏറ്റെടുത്തില്ലേ? ഏറ്റെടുത്തില്ലേ? അള്ളാഹിപ്പറ്റ ഒരാളെ ഏറ്റെടുക്കാൻ എന്തോ ഫോം ഫില്ല് ചെയ്യണോ? അതൊന്നും വേണ്ട. വഴികൊള്ളക്കാരുടെ തലവനായി ജീവിച്ച ആളെ അള്ള ഏറ്റെടുത്തിട്ട് ഔലിയാക്കളുടെ നേതാവാക്കി പിൽക്കാലക്കാരിൽ വരുന്ന മുഅ്മിനീങ്ങൾ മുഴുവനും റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന അർത്ഥത്തിൽ ഏറ്റെടുത്തില്ലേ? കൊട്ടാരത്തിന്റെ അധിപതിയായി ജീവിച്ച ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു വലിയ ലീഡറല്ലേ, അള്ള ഏറ്റെടുത്തു. പ്ലീസ് ഏറ്റെടുക്കുക. എത്ര കാലം ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഇങ്ങനെ കുത്തിയിരുന്ന് നിൽക്കുന്നത്? തോപ ചെയ്യും ഒരു മജ്‌ലിസിൽ, 2 ദിവസം അതിന്റെ വോൾട്ടേജ് ഉണ്ടാവും, പിന്നെ പഴയ പൊട്ടൻ ചെയ്യുന്നത് തന്നെ മതിയാക്കാനായില്ലേ? മതി, എനിക്ക് തന്നെ മടുത്ത്. ഏത് തെറ്റാണ് ഞാൻ ചെയ്യാതെ ബാക്കി? ഏത് മോഡലാണ് സിനിമ ബാക്കിയുള്ളത്? ഇൻസ്റ്റയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് സ്നാപ്പ് ചാറ്റിങ് ഇപ്പോൾ ഉള്ളത്. മതി.